ഞാൻ ഒന്ന് കുനിഞ്ഞു നോക്കട്ടെ. ബിഗ് ബോസിന്റെ ലൈവില് ഇപ്പോൾ യമുന പേടിച്ച് വിറച്ച് കൺഫഷൻ റൂമിൽ ഇരിക്കുകയാണ്. നമ്മുടെ ആ കൊലപാതക ടാസ്ക് ഇപ്പോൾ ലൈവിൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊലയാളി, 2 കൊലയാളികൾ ഏത് നിമിഷവും ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ഓരോ ആൾക്കാരെയും കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നത്. യമുന കയറി ചെല്ലുന്ന ഇരിക്കുമ്പോൾ തന്നെ പേടിച്ചാണ് ഇരിക്കുന്നത്. പുറകിൽ ആരൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, യമുന പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എഴുന്നേറ്റ് നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെ യമുന എഴുന്നേറ്റ് നോക്കി കഴിയുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, അനാവശ്യ ഭയത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പുറകിലേക്ക് നോക്കാൻ എന്നൊക്കെ പറയുന്നു. യമുന കുറേ ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് പേടിക്കുന്ന പോലെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവസാനം അവിടെ സോഫയുടെ അടിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കുനിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഇല്ല. ഇച്ചിരി ഓവറായിട്ട് അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ലൈവിലെ ഈ ഒരു ടാസ്ക് ഉടൻ തന്നെ ആരംഭിക്കും. അവർ മത്സരാർത്ഥികളിൽ 2 പേരായിരിക്കും കൊലയാളി. അത് ആരായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ജിൻഡോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ഡൺ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊമോ നമ്മൾ കണ്ടില്ലേ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.